എനിക്ക് പണ്ടെൻ്റെ മോറൽ സയൻസിൻ്റെ എക്സാമിന് നല്ല മാർക്ക് കിട്ടി. അതിലൊരു എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരത്തില്ലേ? അപ്പോൾ അതിൽ ആറില്ല. എനിക്ക് മാത്രമേ ആ ക്ലാസ്സിൽ 6 മാർക്ക് ഫുള്ള് കിട്ടിയുള്ളൂ. അപ്പോൾ ടീച്ചർ എല്ലാവരുടെ അടുത്തും ആ പേപ്പർ വായിക്കാനൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഏകദേശം ഇതായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ അഗതി മന്ദിരങ്ങളും ഒക്കെ കൂടി വരികയാണ്. അപ്പം മാതാപിതാക്കളോടുള്ള സ്നേഹം, മാതാപിതാക്കളെ നമ്മൾ നോക്കേണ്ട അതിനെ പറ്റിയുള്ള സംഭവമാണ്. അപ്പം ഞാൻ അവൻ്റെ അകത്ത് എഴുതിയൊരു സെൻറ്റൻസാണ്: ഈ ലോകത്ത് എല്ലാവരും ഇപ്പോൾ ഒരു ഭാരമാണ്. മണ്ണിന് മരങ്ങൾ ഭാരമാണ്. അതുപോലെ തന്നെ മരത്തിന് അതിൻ്റെ ചില്ലകൾ ഭാരമാണ്. അപ്പം ഈ ചില്ലയ്ക്കാണെങ്കിൽ കിളി വന്നതിൽ കൂടൊരുക്കുമ്പം അതൊരു ഭാരമാണ്. അതുപോലെ ആ കൂടൊരുക്കിയ പക്ഷിയുടെ ചിറകുകൾ ഭാരമാണ്. ചിറകിന് തൂവല് ഭാരമാണ്. തൂവലുകളെ കാറ്റിനൊരു ഭാരമാണ്. അപ്പം ഈ ലോകത്ത് എല്ലാവർക്കും ഒരു ഭാരമാണ് എപ്പോഴെങ്കിലും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക, നമ്മൾ നാളത്തേക്ക് നയിക്കുക എന്നൊക്കെ പറഞ്ഞ് തട്ടിവിട്ടു. അപ്പം എനിക്കിതിൽ നിന്ന് പറയാനുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്കൊക്കെ നമ്മൾ TV കാണണം. അപ്പം നിങ്ങൾ ഓർക്കത്തില്ലേ ഈ കഥയും TVയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്? അതേ കൂട്ടുകാരെ, നമുക്ക് TV കണ്ട് സിനിമ കണ്ട് അതിൽ നിന്നൊക്കെ കുറേ പഠിക്കാനുണ്ട്. ഞാനൊരു പാട്ട് പാടാം. അത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് കേട്ടിട്ട് പറയണം. പാൽനിലാവിലും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ മൗനം, സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. കേട്ടോ? അടുത്തത് ശ്രദ്ധിച്ചോണേ. മണ്ണിനു മരങ്ങൾ ഭാരം, മരത്തിൻ ചില്ലകൾ ഭാരം, ചില്ലയിൽ കൂടുകൾ ഭാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ, പക്ഷിക്ക് ചിറകു ഭാരം, ചിറകിൻ തൂവലു ഭാരം, തൂവലോ കാറ്റിനു ഭാരം, കാറ്റിലാടും കോലങ്ങൾ. കാബൂളിവാല എന്ന സിനിമയിലെ കന്നാസിന്റെയും കടലാസിന്റെയും പാട്ടാണത്. അതിലെ സെന്റൻസ് ആണ് ഞാൻ നേരെ കൊണ്ട് എക്സാമിന് പകർത്തി വെച്ചിരിക്കുന്നത്.